അപ്പൊ പിന്നെ യമനിൽ നടക്കുന്നതായി റിപ്പോർട്ട് ഓടുന്ന മർക്കസ് ഓഫീസിൽ നിന്നാണ്. അതാപ്പോ തൽക്കാലം യമൻ. എന്നിട്ട് കണ്ടില്ല നിങ്ങള് കേന്ദ്രപുരക്കുറിച്ച് ഇങ്ങനെ ഇരിക്കുക, ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പൊട്ടീസുകളാന്നാ. അപ്പുറത്തൊരു സ്ക്രീന്, ആ സ്ക്രീനിൽ ഉമർ ഹഫീദിനെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഉമർ ഹഫീദ് മർക്കസ് വന്നപ്പോഴത്തെ ഫോട്ടോ ആണ്. അതവിടെ വെച്ചിട്ട് പിന്നെ അതിന്റെ മുന്നിലിരിക്കുകയാണ്. അവർ സംഭാഷണം നടത്തുന്നു എന്നാണ് അതിന്റെ ബാക്കിൽ എഴുതി കാണിക്കുന്നത്. എന്നിട്ട് എന്തുണ്ടാക്കി? അവിടെ കോടതി വിധിച്ച ഒരു വിധി ഇവരുടേതായി അവതരിപ്പിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ കള്ളത്തരം പല ഭാഗത്ത് നിന്ന് എന്തായാലും വരും. അത് ഞാൻ ശരിക്കൊന്ന് പിടിച്ചുതരാം. ശരിക്കും ആദ്യം 2 പത്രസമ്മേളനങ്ങളാണ് ഈ വിഷയത്തിൽ അബൂബക്കർ മുസ്ലിയാർ നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒറ്റ ദിവസം 2 പത്രസമ്മേളനമാണ്. അപ്പൊ ആളുകൾക്കിടയിലുള്ള പ്രസക്തിയും 4 ചാനലുകാരും വന്നാൽ ഇവരെ എന്തൊക്കെ ആക്കിയെടുക്കുമ്പോടെ ഉള്ളത് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ അത് പറയേണ്ടതുണ്ട്. ആ സംഭവം ചെയ്താൽ പോരെ. അത് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുകയല്ലേ വേണ്ടേ? അവനാന്റെ പ്രസിദ്ധിയാണോ അവിടെ ആഗ്രഹിക്കേണ്ടത്? ഒരു ജീവൻ രക്ഷപ്പെടലാണ് ഉദ്ദേശമെങ്കിൽ അത് ചെയ്താൽ പോരെ. അതിന് പകരം അവനാന് മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കുക ചെയ്തു. ആ പത്രസമ്മേളനത്തിൽ മൂപ്പര് പറയുന്ന കാര്യങ്ങളൊന്ന് ശരിക്കും നോട്ട് ചെയ്തോളിട്ടോ. അതിൽ അയാൾ പറയുന്നുണ്ട്, കോടതി അറിയിച്ചു, നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനിരിക്കുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് അവിടെയുള്ള കോടതി എന്നെ അറിയിച്ചു എന്നാണ്. മൂപ്പരൊരു പവർ നോക്കണങ്ങൾ. ഈ കുട്ടികൾ ഇത് പറഞ്ഞിട്ട് ആഘോഷിക്കണെന്ത്? ഇത് ഹക്കീം എഴുതി കൊടുത്ത മാറ്ററാണ്. APA ബുക്കുള്ളവർ പറയുന്നു. മൂപ്പര് പറഞ്ഞ കാര്യമില്ല. വായിക്കാതിരുന്ന അടുത്ത നേരം ചോറ് കിട്ടൂല, അതുകൊണ്ട് പറയണാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മൂപ്പരൊരു ഗതികേട്. വയസ്സുകാലത്ത് നെഫ്സിന്റെ ഭാഗം നോക്കി ഇരിക്കാൻ പറഞ്ഞിടത്തുനിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഈ തമാശ പറയണത്. അല്ലെങ്കിൽ ഒരു കോടതി നിയമം ഇവിടുന്നാണ് വിളിച്ചറിഞ്ഞ മാറ്റണ. കോടതിയിൽ അതിൽ ഹർജി കൊടുക്കണം, അതനുസരിച്ച് അവിടുത്തെ ഖാദി വിധിക്കണം. അപ്പൊ അതിലെ കള്ളത്തരം വന്നിട്ടുണ്ട്. കള്ളത്തരം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ആദ്യം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നമുക്കൊന്ന് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം, വെച്ചോളൂ. ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. കോടതിയുടെ ലെറ്ററിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നാൽ അതിലെ ഒന്നും കൂടി ആ ഭാഗം കേൾപ്പിക്കുന്നുണ്ട്. ആ മൂപ്പര് പറയുന്ന ഭാഗം എന്താ? മൂപ്പരെ കോടതി അറിയിച്ചത്, നിങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനുള്ള ശിക്ഷ മാറ്റിവച്ചിരിക്കുന്നു എന്ന് നേരെ എന്നെ അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കും, അപ്പോഴാണ് കൃത്യമുള്ളത്. നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. അതിന് മുമ്പ് പറയുന്ന ഭാഗം മൂപ്പര അവിടെ തന്നെ അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത്
തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് ഇത് ഇയാൾ കൂട്ടിക്കൊടുത്തതാണ്. കാരണം അദ്ദേഹം ഇത് പറയുമ്പോ അദ്ദേഹത്തിന്റെ FBയിൽ അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത ലെറ്റർ ചില മാറ്റത്തിരുത്തലുകൾ നടത്തിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇയാൾ എന്നാ ഇത് പറയുന്നത്? ജൂലൈ 15-നാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ജൂലൈ 15-നാണ് പറയുന്നത്. ഇന്ന് എനിക്ക് അയച്ചു തന്നു. ഇന്ന് എനിക്ക് അയച്ചു തന്നു. അയച്ചു തന്നു എന്ന് പറഞ്ഞെടുത്തൊരു കളവ്. നിങ്ങളുടെ നിർദ്ദേശപ്രകാരം അതാ അയാൾ FBയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അയച്ചു തന്നു പറഞ്ഞൊരു സാധനം. അത് വിട്ടെടുക്ക്. അതാണ് അതിന്റെ മുകളിൽ കാണാം. അയാൾ പ്രത്യേകം എഴുതുന്നുണ്ട്, എനിക്ക് അയച്ചു തന്ന സാധനം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു ലഫ്ളിൽ അതെന്തായി പ്രാർത്ഥനകൾ ഫലം കണ്ടു, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അല്ലാഹുവിന്റെ കരുണാകടാക്ഷം ഉണ്ടാകട്ടെ, ആളാകാൻ. എന്നിട്ട് അതിന്റെ അറബി അടക്കയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം മാറ്റിവെച്ചു എന്നത് ആ വാചകത്തിലെ ഏതിന്റെ മയനയാണ്? നിങ്ങളുടെ വാദമനുസരിച്ചാണ് മാറ്റിയത് എന്ന് ആ ലെറ്ററിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ FBയിലിട്ട ലെറ്ററിൽ എവിടെയാണതുള്ളത്? എവിടെയാണത് പ്രസിദ്ധീകരിച്ചത്? എന്നിട്ട് വേറൊരു തട്ടിപ്പ് അവിടെ ചെയ്തു. ആ തട്ടിപ്പുകളെ എണ്ണങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് അയച്ചു തന്നു ഇന്ന് അയച്ചു തന്നു എന്ന് പറയുന്നത് ജൂലൈ 15-ന്. 2 നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് എന്ന് കൂട്ടി. അത് മറ്റൊന്ന്. ഇനി ആ അവിടുത്തെ ലെറ്റർ കാണിച്ചപ്പോ ഇവർ ചെയ്ത പണി എന്താ അറിയോ? ഇപ്പൊ നിങ്ങൾ കണ്ട ലെറ്ററിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നവിടെ ആ വാട്ടർമാർക്കിൽ പ്രത്യേകം എഴുതിയത് കാണാം. കണ്ടില്ല, ചെരിച്ചൊരെഴുത് കണ്ടില്ലേ? ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ. പോലെ വിചാരിച്ച് ഈജിപ്തിൽ നിന്ന് നേരെ അടിച്ചു വിട്ടതാണ്. ഇവന്മാർ ചേർത്ത് കൊടുത്തതാ. ആ ഇല്ലാത്തതിന്റെ ഒറിജിനൽ കാണിച്ചു കൊടുക്ക്. ആ എഴുത്തില്ലാണ്ടോ? അതാണ് അവിടുന്ന് ശരിക്കുള്ള ലെറ്റർ. അതിലേതില്ല? ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നതിലില്ല. വാട്ടർമാർക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചത്. അപ്പൊ 3 വഞ്ചന അവിടെ തന്നെ നടന്നിട്ടോ. ഇനി ഒന്നുകൂടി അത് പൊളിയാൻ പോകണം. ശരിക്കും ശ്രദ്ധിച്ചോളി. ഇവര് ഏതാ സാധനങ്ങൾ എന്നറിയൂ. കാരണം പത്രക്കാർ യമനിൽ പോണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തും അടിച്ചു വിടാലോ. നല്ല സുഖാണല്ലോ ഇവർക്ക്. ഇതാ നീ ആ പൊളിക്കാൻ പോവാ. ചൊവ്വാഴ്ചത്തെ സിറാജ് എടുക്കി, ബുധനാഴ്ച 2 സിറാജ് എടുത്താൽ പൊളിയാൻ മാത്രമേ ഉള്ളൂ. ഇത് ജൂലൈ 2025 ജൂലൈ 15 ചൊവ്വ സിറാജ് പത്രം. അതാ അതിലൊന്ന് കാണിച്ചു കൊടുത്തോ. അതാ സിറാജ് പത്രത്തിന്റെ ഈ സൈഡിൽ ഒരു വാർത്ത കാണാം. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിൽ നിർണായക ചർച്ച, നിമിഷപ്രിയയുടെ മോചനം. കണ്ടില്ല അതിന്റെ സൈഡില്? കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിൽ നിർണായക ചർച്ച. ഇതെന്നാണ്? ഇത് ജൂലൈ 15 ചൊവ്വാഴ്ചയിലെ സിറാജാണ്. നേരത്തെ കണ്ട ഉത്തരവ്, അതായത് തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവെച്ചു എന്ന ലെറ്ററിന്റെ ഡേറ്റ് എന്താ? ആ ലെറ്റർ വേർഡ് ഒന്നുകൂടി എടുക്ക്. അതിന്റെ മുകളിലുണ്ട് അതിന്റെ ഡേറ്റ്. അതിന്റെ ആ സൈഡിൽ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാ കാണാ. ഏറ്റവും മുകളിൽ അതിൽ കാണാൻ 14/7/2025. 14 എന്ന് പറഞ്ഞാൽ എന്നാ? 14 ഇതെന്നത്തെ പത്രമാണ്? 15 ചൊവ്വ, 14 തിങ്കൾ. 14 തിങ്കളിൽ കോടതി കൊടുത്ത ലെറ്ററിലാണ് മാറ്റിവെച്ചു എന്നുള്ളത്. കാന്തപുര ബൂക്കർ മുസ്ലിയാർ FBയിൽ വിട്ടതിൽ തന്നെ ഡേറ്റ് മുകളിലുണ്ട്. അത് മറന്നിട്ടുണ്ടാവും മാറ്റാൻ. കള്ളന്മാർക്ക് എന്തെങ്കിലും ഒരു അടയാളം അവിടെ അത് എടുത്തിടുമല്ലോ. ശരിക്കും ശ്രദ്ധിക്കണം. ഈ സിറാജ് 15-നാണ് ഇറങ്ങുന്നത്. ഇതിൽ സിറാജ് കൊടുക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ നിർണായക ചർച്ച നടക്കുന്നു എന്നാണ്. അപ്പൊ 15-ലെ സിറാജ് പറയുന്ന ചർച്ച നടക്കുന്നേ ഉള്ളൂ എന്നാണ്. ലെറ്റർ വന്നെന്നാ 14-നാണ് കോടതി ലെറ്റർ കൊടുക്കുന്നത്. 15-ലെ സിറാജ് പറയുന്നത് ചർച്ച നടക്കുന്നു എന്നാണ്. ഇനി ഇത് 15-ന്റെ സിറാജ് കഴിഞ്ഞ് 16-ന്റെ ബുധൻ സിറാജാണ്.
അവിടെ നിമിഷപ്രയുടെ വധശിക്ഷ മാറ്റിവെച്ചു. കാണിച്ചു കൊടുക്കയിൽ ആശ്വാസകരം നിർണായകം കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ. ഇതിനാണ് എട്ടുകാലി മമ്മൂഞ്ഞി എന്ന് പറയാം. എവിടെ 14-ന് ഇതിവിടെ പ്രശ്നം തീർന്നു മാറ്റിവെച്ചു. 15-ന് സിറാജ് പറയുന്നു ചർച്ച നടക്കുന്നു. 16-ത്തെ സിറാജ് പറയുന്നു തീരുമാനമായി, AP ഉസ്താദിന്റെ ഇടപെടൽ നിർണായകമായി. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? നേരത്തെ ഈ വിധിക്കപ്പെട്ട സ്ത്രീയുടെ ഉമ്മ ഒരു ഹർജി കൊടുത്തു കോടതിക്ക്. ഇവിടത്തെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ആ കോടതി കാതി വിധിച്ചു എന്ത്? ഈ വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. 14-ന് തന്നെ, 14-ന് അത് വന്നിട്ടുണ്ട്. അപ്പോ ഉമർ ഹഫീദുമായി ബന്ധപ്പെട്ടപ്പോ അവർക്ക് കിട്ടിയ വിവരമാണ് ഈ കത്ത്. അന്ന് തന്നെ അവർക്ക് കിട്ടീന്, അന്ന് തന്നെ കിട്ടീന്, അമ്മക്കും കിട്ടീനേ. മനസ്സിലാക്കണം നിങ്ങള്, ഇവർ ഈ വാട്ടർമാർക്ക് ഇല്ലാത്ത നമ്മളെ അടുത്തുണ്ടല്ലോ എന്ന് തന്നെ. അപ്പൊ ഈ ഉമർ ഹഫീദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ശിക്ഷ മാറ്റിയിട്ടുണ്ട്, ബേജാറാണ്ട. അപ്പൊ ഈ ദായി ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാണ് അത് മുണ്ടണ്ട, അപ്പൊ പുറത്തു വിടണ്ട, ഞങ്ങൾ ചർച്ച നടത്തിയിട്ട് നാളെ നമ്മളെ ഉസ്താദ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയും എന്റെ പ്രവർത്തനം കാരണം ഇവിടെ വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ആ സാധനം പുറത്തു വിടണ്ട, ഞമ്മക്കൊന്ന് ആ വിഷയത്തിൽ പറയാനുള്ളത് കഴിഞ്ഞിട്ട് വിടാൻ. അങ്ങനെ 15-ാം തീയതി ഉച്ചക്ക് പത്രസമ്മേളനം നടത്തിയിട്ടാ മൂപ്പര് പറഞ്ഞത് ഇന്ന് എനിക്ക് അറിവ് കിട്ടി. ഇന്ന് എന്ന് പറഞ്ഞ ഡേറ്റ് 15. കോടതിയുടെ വിധി അതിൽ 14ആണ്. 14-ന് മാറ്റിവെച്ച വിധി വന്നിട്ടുണ്ട്. 15-ന് എട്ടുകാലി മമ്മൂഞ്ഞി കാക്ക വന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് ഞാൻ മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞു. എന്നിട്ടോ അന്നത്തെ സിറാജ് അനുസരിച്ച് അന്ന് നിർണായക ചർച്ച നടക്കുകയാണ്. എന്ത് ചർച്ചടോ? ഹവയിലുള്ള മോണ്ട് ഗ്രൗണ്ടിലെ കാലിയറിനായിരിക്ക പല ഹൃദയത്തിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഉമർ ഹഫീദിന്റെ സംഘം കുടുംബത്തോട് ചർച്ച നടത്തി നിങ്ങൾ പറയുന്നുണ്ടല്ലോ മണിക്കൂറുകളോളം. 5 മിനിറ്റുള്ള വീഡിയോ പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ നിങ്ങളെ. ഉണ്ടോ? ഒരു ഫോട്ടോ ഉണ്ടോ? ഒറ്റ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവായി വിടും. ഞങ്ങൾക്കറിയങ്ങളെ അതിന്റെ ഒരു ഉണ്ടെങ്കിൽ അത് ലൈവ് സംപ്രേഷണം ഉണ്ടാവും. കാരണം അത്രയും വലിയ സംഭവമായിട്ട് ഞങ്ങൾ ഇത് വിടുക. എവിടെ നിങ്ങൾ എടുത്ത ആ ഫോട്ടോ ഉള്ളത്? നിങ്ങളെ ഞങ്ങൾക്കറിയാലോ. നിങ്ങളിവിടെ